ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പം ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കണായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. പക്ഷെ ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെങ്കിൽ നമ്മൾ കാലത്ത് തുടങ്ങി എണീറ്റ് ബെഡ്ഷീറ്റ് മടക്കി വെക്കണം, പല്ലേക്കണം, അതൊക്കെ കാണിക്കണം പറഞ്ഞു. പക്ഷെ ഞാനത് വിട്ടുപോയി. കാരണം ഞാൻ ഇപ്പോഴാണ് ആലോചിച്ചത് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. അപ്പം ഞാൻ വെറുതെ ഇരുന്ന് ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ വിചാരിച്ചു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന്. ഇത് കണ്ടോ നിങ്ങൾ? ഇത് എൻ്റെ മുഖത്ത് പുതിയ കുരുക്കൾ വന്നതാട്ടോ. ഞാനപ്പോൾ ബെൻസോയിൽ പെറോക്സോയിൽ ജസ്റ്റ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എൻ്റെ കാപ്പി. എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് എൻ്റെ അനിയൻ എന്നോട് ഇങ്ങോട്ട് വന്ന് ചോദിക്കണേണ്, ചായ വേണോ, ചായ ഉണ്ടാക്കി തട്ട്. ഞാൻ പറഞ്ഞു ഓക്കെ ഓക്കെ. അങ്ങനത്തെ എൻ്റെ ഫസ്റ്റത്തെ കോഫിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് വെച്ചാൽ ദോശയാണ്. ദോശ ഉണ്ടാക്കണം, മാവ് അവിടെ ഉണ്ട്, ഉണ്ടാക്കണം, തിന്നണം. എൻ്റെ അനിയൻ പോയിട്ടില്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റക്കായിരിക്കും. എലോൺ ഡേ ഇൻ മൈ ലൈഫ് എടുക്കേണ്ടി വരും. അങ്ങനെ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഉള്ളൂ വീട്ടിൽ. അപ്പോൾ നമുക്ക് ദോശ ഉണ്ടാക്കാം. ഞാൻ ഇന്ന് തുടങ്ങി ഭയങ്കര പ്രൊഡക്റ്റീവ് ആവണമെന്ന് വെച്ച് ഇന്നലെ രാത്രി അച്ചിങ്ങയൊക്കെ നന്നാക്കി വെച്ച് വളർത്താൻ വേണ്ടി. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ പാവ അമ്മാമ്മ പണിക്കണേക്കാളും മുമ്പ് എനിക്ക് അച്ചിങ് വളർത്തി വെച്ചു. അതാണ് എനിക്കധികം പണി. ഫസ്റ്റ് ഉണ്ടാക്കിയത് മാത്രം പൊളിഞ്ഞുള്ളൂ, ബാക്കിയൊക്കെ സക്സസ്സാ. ഞാൻ കഴിച്ചു. ഇപ്പതേ ഞാൻ കഴിക്കുന്നു. അപ്പൊ സമയം ഇപ്പൊ ഒരു എത്ര മണിയാണ് സമയം? 4 മണി. അപ്പൊ ഞാൻ കുളിക്കാന്ന് വെച്ചതേ. ഇതാണ് എൻ്റെ വെളിച്ചെണ്ണ. കാണാൻ പറ്റും. എന്നെ ഇങ്ങനെ ഒഴിച്ചാൽ പോകും. വേണ്ട, ചുവന്ന കളറുള്ള വെളിച്ചെണ്ണയാണ്. ഞാൻ എൻ്റെ കുറച്ച് നാളുകളായി എൻ്റെ അഴിക്കാത്ത കേശധാര ഞാൻ അഴിക്കണേ. ഇതാണ് എൻ്റെ ഹെയർ. ഞാൻ ഇങ്ങനെയൊന്നും ഒരിക്കലും വീഡിയോസിൽ കാണിക്കുന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ തലയിൽ എണ്ണയൊക്കെ തേച്ച് കുളിക്കാന്ന് വെച്ചു. എണ്ണയൊക്കെ തേച്ചിട്ട് വരാം. ഇത്രയും എണ്ണ വേണം എൻ്റെ തല ഒന്ന് ഒതുങ്ങി കിട്ടാൻ. ഭയങ്കര എൻ്റെ ഹെയർ ഫാൾ ഉണ്ടോ? ഇങ്ങനെ പോയി 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 അവസാനം ഞാൻ മുട്ടച്ച. അതാണ് കുറച്ച് കാണാൻ പോകുന്നത്. ബീട്രൂട്ട് പിച്ചറി ഉണ്ടാക്കാൻ പോണേ. തലയിൽ എണ്ണ വെച്ചിട്ട് കുളിക്കാതെ. അത് കുഴപ്പമില്ല. ഞാൻ തലയിൽ എണ്ണ വെച്ച് സെറ്റ് ചെയ്തിട്ട് കുളിക്കും. ഇപ്പൊ കൈ മുറിയണം. ഇത് ഞാൻ ഫുള്ള് എടുക്കൂല. തേങ്ങ ഒരു മുറി എടുത്താൽ മതി. ഒരു മുറി മൊത്തം എടുക്കണോ? പകുതി മതി. വലിയ തേങ്ങയല്ലേ? അല്ല, അങ്ങനെ ഒരു മുറി ഫുള്ള് എടുക്കണോ? ഞങ്ങൾ കുറച്ചെടുക്കാറുള്ളൂടി. അതാ പറഞ്ഞ പകുതി മതി ഒരു മുറി ഇടാൻ.
അമ്മ ഇപ്പൊ ചിന്തിക്കണ്ട, ഒരു ദിവസം നീങ്ങിപ്പോണെങ്കിൽ എന്തോരം അവരാതെ കാണണം. സത്യം. അധികം സംഭവം ഒന്നും വേണ്ട. ഒരു കാര്യം ചെയ്യാം, ഇത് നടക്കുന്ന വീതിക്കാം, എന്നിട്ട് ഈ വശത്ത് അലുവേ കിച്ചടി അമ്മാമ്മ വരുമ്പോ ഇങ്ങനെ അമ്മാമ്മ ഇത് കിച്ചടി കിച്ചടി കഴിച്ചു കഴിഞ്ഞിട്ട് തിന്നാനുള്ള അലുവ, ഇത് ഡെസേർട്ട് കഴിച്ചു നോക്ക്. അതെ അത് ചെയ്തിട്ട് കാര്യം, ഞാനില്ല ഇവിടെ നിൽക്കുന്നേ. എടി അടുത്ത് ഇങ്ങനെ എടുക്കുക, വെറുതെ ഇപ്പൊ ഈ ബീറ്റ്റൂട്ട് അടി കരിഞ്ഞു റോബോട്ട് ഇളക്കിക്കൊണ്ട് അത്ര ഇരിക്കുള്ളൂ. ബാക്കിയൊക്കെ എടി നീ എന്നിട്ട് കുളിക്കണേ, കൈയിട്ട് അങ്ങനെ വലിച്ചിട്ട് ഞാൻ റൈസ് കറി. ഈ രാസ്നാദിയിടൽ എനിക്ക് ചെറുപ്പത്തിൽ തുടങ്ങിയുള്ള ശീലമാണ്. അതെനിക്കിപ്പോൾ അത് ശീലമായി. ഇപ്പം എനിക്കിതില്ലാണ്ട് പറ്റൂല. അപ്പം ഞാൻ എപ്പോൾ കുളിച്ച് വന്നാലും ഞാൻ ഈ രാസ്നാദി ഇടാൻ മറക്കൂല. പിന്നെ ഞാൻ ദേ ലിപ് ബാമൊക്കെ എടുത്തിടുന്നുണ്ട് കേട്ടോ. അപ്പം ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ശരിക്കും ബാക്കി വീഡിയോസ് എടുക്കാൻ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ആയിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എനിക്ക് ഇങ്ങനത്തെ കണ്ടൻറ്റ് ഇഷ്ടപ്പെടുമെന്ന് അറിയില്ല, കാരണം ഈ ഒരു കാറ്റഗറിയിലുള്ള കണ്ടൻറ്റ്സ് അല്ല ഞാൻ എടുക്കാറ്. അപ്പോൾ നമ്മുടെ വീഡിയോ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാം.